വെൽത്തായി പ്രൊഡക്ഷൻസിന്റെ ബാനർ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിക്കുന്ന ഫാസ്റ്റ് ഫിലിംസിന്റെ പ്രദീപ് കൂടെയുണ്ട്. ഫാസ്റ്റ് ഫിലിംസ് ആണ് ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. ഈ സിനിമ ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റാണ്, ഒരു സറ്റയറാണ്. ഇതില് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ്. അത് ഉദ്ഘാടനം ഈ സിനിമയിലെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ഏകദേശം 44ഓളം താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിരിക്കുന്നത്. മുകേഷേട്ടനും ഉർവശി, ധ്യാൻ ശ്രീനിവാസനും, ഷൈൻ ടോം ചാക്കോയും, ദുർഗാകൃഷ്ണനും, സുധീർ കരമന, ഉമാൻ നായർ, അലൻസിയർ, ജാഫ്രിക്ക, അങ്ങനെ 44ഓളം ആർട്ടിസ്റ്റുകളും UAE-യിലെ കുറച്ച് കലാകാരന്മാരും ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയത്തെക്കാളും കൂടുതലായിട്ട് ഒരു അച്ഛന്റെയും മകന്റെയും സ്നേഹത്തിന്റെ ഊഷ്മളത, അതിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നാട്ടില് സിനിമ ഇറങ്ങിയ ശേഷം പ്രത്യേകിച്ച് ഫാമിലി, കുടുംബ പ്രേക്ഷകരുടെയിലും സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഒരു നല്ല അപ്രോച്ചാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ചില ക്രിട്ടിക്, അതായത് ചില കാര്യങ്ങൾ ഞാൻ സാധാരണ ചെയ്യുന്ന സോഷ്യലി കമ്മിറ്റഡ് മൂവിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ യോണങ്ങളാണ് ഈ സിനിമ. ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ എന്റർടൈനറാണ്, ഫൺ ഫീൽഡ് ആയിട്ട് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി എന്നതിനപ്പുറം വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഒരു സംവിധായകൻ കാണാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചില രീതിയിൽ ചില കോണുകളിൽ നിന്നുണ്ടായിരിക്കുന്ന വിമർശനങ്ങളെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യും. വിമർശനങ്ങളായിരിക്കണം ഒരു കലാകാരൻ എന്ന നിലയിൽ മുന്നോട്ട് പോയിക്കാനുള്ള നമ്മുടെ ഊർജം. തീർച്ചയായിട്ടും ഈ സിനിമ ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അറേബ്യ, പ്രത്യേകിച്ച് UAE-യിലെ ദുബായിലെ ഏറ്റവും പ്രബുദ്ധരായ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണ് ഞാൻ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വിലയിരുത്തുക. ഒരു പ്രേക്ഷകരെ പോലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേസ്, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തെ ഞാൻ മാനിക്കുന്നു. ഈ സിനിമയുടെ പ്രദർശനം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഈ പത്രസമ്മേളനം, ആ പത്രസമ്മേളനം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, Mr. Emin Nishad. I'd like to hear it from you as well, the producer of the movie, Mr. Vignesh Vijayakumar. നമസ്കാരം. എല്ലാവരെയും ഒരുമിച്ച് ഒരു വട്ടം കൂടെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അത് ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ വെച്ചിട്ട് തന്നെ വെൽത്തായി ഗ്രൂപ്പിന്റെ പുതിയൊരു സംരംഭമായിട്ടുള്ള വെൽത്തായി സിനിമാസ് അല്ലെങ്കിൽ വെൽത്തായി പ്രൊഡക്ഷൻസിന്റെ ആദ്യ പടമാണ് അയ്യരൻ അറേബ്യ. വളരെ അധികം അനുഭവങ്ങൾ ഒരു പുതിയ സ്ക്രീൻ ലൈനിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു നല്ല ഫാമിലി എന്റർടൈനർ ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഈ ഫീൽഡിലേക്ക് വരാൻ അല്ലെങ്കിൽ വന്നതിന് ചില കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അത് ഒന്ന്, ജീവിതത്തിലുള്ള ചില അനുഭവങ്ങൾ. ഈ സിനിമാ രംഗത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ പിന്നണിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്ന കുറെ അവസ്ഥകൾ ജീവിതത്തിൽ കാണാനിട വന്നു. അപ്പൊ അതിന്റെ ഭാഗമായി അതിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിലെങ്കിലും കുറച്ച് ചിന്തകൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയും ചിന്തിക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് വെൽത്തായി പ്രൊഡക്ഷൻസ് തുടങ്ങിയത്. നമ്മുടെ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ പടത്തിൽ തന്നെ നമ്മൾ 44ഓളം ചെറുതും വലുതുമായിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ എക്സാമ്പിൾ ആണ്. കാരണം ഒരു പടം വരുന്ന സമയത്ത് കണ്ടമാനം ആൾക്കാർ അതിൽ ഇൻവോൾവ് ആവുകയും അവർക്ക് അതുകൊണ്ട് എന്താ പറയാ ഒരു ജീവിത മാർഗം. അപ്പൊ അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് തിങ് ആണ്. രണ്ടാമത്തെ ഒരു കേസ്, നമ്മുടെ ഈ പടം പകുതി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം കേരളീയരായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതലധികം താമസിക്കുന്നത്
UAE-ലാണ്. അപ്പൊ അവരുടെ പല ഫാമിലീസും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ദുബായിയെ കുറിച്ച് അറിയാനോ ദുബായ് കണ്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്ക് ദുബായിന്റെ ആ ഒരു നേർക്കാഴ്ച അത് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ പടം കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കണ്ടമാനം അച്ഛന്മാരായാലും ഭർത്താക്കന്മാരായാലും ജ്യേഷ്ഠന്മാരായാലും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അപ്പോ ആ സമൂഹത്തിന്റെ കൂടി നമ്മുടെ ദുബായ് എന്താണ് എന്നൊരു നേർക്കാഴ്ച ഈ പടത്തിലൂടെ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു കുടുംബത്തോടു കൂടി ചേർന്ന് ഇരുന്ന് കാണാവുന്ന ഒരു പടം. ഇക്കാലത്തെ പടങ്ങൾ കമേഴ്ഷ്യൽ മാർഗം മാത്രം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടാനോ എന്നുള്ളൊരു ലെവലിലോ എന്തെന്നറിയില്ല ഒരു വേറെ ചിന്താഗതിയിലാണ് ഇന്നത്തെ ഒരു ലോകം പോകുന്നത്. ആ ലോകത്തേക്ക് പഴയ പോലെ തന്നെ നമ്മളെല്ലാം കുടുംബമായിട്ട് ചേർന്നിരുന്ന് കാണാനും രസിക്കാനും അതിനോടുപരി ആ പടത്തിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു നല്ല സന്ദേശം അത് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മകനോട് ഉള്ള അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അല്ലെങ്കിൽ ആ വാത്സല്യം അതിന്റെ ഒരു പല ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഈ പടത്തിലുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ എങ്ങനെയെങ്കിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എത്ര ആഴത്തിലാണ് എന്നൊരു കമ്മ്യൂണിക്കേഷൻ കൂടി ഈ പടത്തിലുണ്ട്. അപ്പോ ആദ്യ പടം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അതിന് ഡയറക്ടറിന്റെ അടുത്തും ബാക്കി നമ്മുടെ ഈ ഒരു എല്ലാ ആർട്ടിസ്റ്റിന്റെ അടുത്തും വളരെയധികം എന്താ പറയാ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നല്ലൊരു പടം ഫസ്റ്റ് പടം തന്നെ വളരെ നല്ലൊരു പടം നമുക്ക് തീർത്ത് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പടം കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം. ഇതില് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചില വ്യൂ പോയിന്റ്സ് പലരും കാണുന്നത് പല രീതിയിലാണ്. അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളെ നമ്മള് ഞാൻ പറഞ്ഞേ അതൊരു ഹ്യൂമർ സെൻസിൽ എടുക്കുകയാണെങ്കിൽ വേറെ പടത്തിൽ വേറെ ഒരു കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്തായാലും നിങ്ങൾ കാണണം, അതിന്റെ അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം മുകേഷ് സർ. നമസ്കാരം. ഡയറക്ടർ സാർ സംസാരിച്ചു, സിനിമയെ പറ്റിയിട്ട് പ്രൊഡ്യൂസർ സാറും സംസാരിച്ചു. ഇനി മുകേഷ് സാറും പറയൂ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി? എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമസ്കാരം. അയ്യർ ഇൻ അറേബ്യ എന്ന ഈ ചിത്രത്തില് അഭിനയിക്കാനായി ശ്രീ എം.എ. നിഷാദ് സംവിധായകൻ ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തില് ഒരു കാരിക്കേച്ചറാണ് എന്നെ ഏൽപ്പിച്ചത്. അതൊരു നർമ്മരസത്തോടെ സമൂഹത്തില് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളിലും ബന്ധപ്പെടുത്തുന്ന ഒരു കഥാപാത്രമായി ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ശരിക്കും അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ കേൾക്കുമ്പോഴും അതിന്റെ സ്ക്രിപ്റ്റിന് മനസ്സിലാക്കുമ്പോഴും തന്നെ ഇന്ന് നമ്മളുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെ കുറിച്ചും ബന്ധിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റും അതുപോലെ കഥാപാത്രങ്ങളും ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാന വേഷം അയ്യർ എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുകേഷ് ഏട്ടനും പിന്നെ ജാൻസി റാണി എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് ഉർവശി ചേച്ചിയുമാണ്. അപ്പൊ പിന്നെ തീർച്ചയായും വളരെയധികം സന്തോഷത്തോടെയാണ് ഈ സിനിമയിൽ ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. ആദ്യ പകുതി ഇന്ത്യയിലും മറ്റു പകുതി ദുബായിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് ജീവിതം, ഞാനൊരു എക്സ്പാട്രിയേറ്റ് ആണ്. ദാറ്റ് മീൻസ് ഐ വാസ് ഇൻ ഖത്തർ ഓൾമോസ്റ്റ് 5 years. അപ്പൊ എനിക്ക് ഖത്തർ അല്ലെങ്കിൽ ദുബായ് ജീവിതവും ഗൾഫ് ജീവിതവും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ഈ സിനിമയിൽ ഇവിടെ ഉള്ള നന്മയും തിന്മയും എല്ലാം ഒരു ചെറുതായിട്ടെങ്കിലും പ്രതിഫലിക്കുന്ന ഒരു കഥ. വളരെയധികം സന്തോഷത്തോടെയാണ് ഈ കഥാപാത്രം ഉൾക്കൊണ്ടത്. എല്ലാവരും ഇത് കാണുക. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇടയിൽ കയറിയതാണ്. മുകേഷ് ഏട്ടൻ വന്ന് ഇരുന്ന് കിതപ്പ് മാറുന്നതിന് പിന്നെ മുകേഷിന് മൈക്ക് കൊടുത്തത് കൊണ്ടാണ് മുകേഷ് ഏട്ടൻ എന്നെ ലഭിച്ചത്. ഇനി മുകേഷ് ഏട്ടൻ തന്നെ ബാക്കി കാര്യങ്ങൾ പറയും. താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അയ്യർ ഇൻ അറേബ്യ എന്നൊരു സിനിമ, അത് അയ്യറിനോടാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട്
നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യയിലാണ് കൂടുതൽ എങ്കിൽ കേരളത്തിലും അതിന്റെ പ്രതിഫലനമുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നെഗറ്റീവുമുണ്ട്. ഞാനൊക്കെ എൻ്റെ തലമുറ കുറച്ച് ഭാഗ്യം ചെയ്യുന്ന തലമുറയാണെന്ന് പറയുന്നതിന്റെ കാര്യം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ആ സമയത്തുള്ള എല്ലാ കലാരൂപങ്ങളും ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, നാട്ടിൽ എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു സിനിമ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടകം കഴിഞ്ഞാൽ ആ നാടകത്തിലെ സിനിമയിലുള്ള സംവിധായകർക്കും പ്രവർത്തകർക്കും എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്, നമ്മൾ എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു വലിയ സുവർണകാലം നമുക്കുണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് വന്നത് കലാരൂപങ്ങൾക്കാണ്. അപ്പം പലതും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടാണ്. ഞാൻ 7 കൊല്ലം അത് അവതരിപ്പിച്ച ആളാണ്. അപ്പൊ അതിനകത്ത് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു പരിപാടിയാണ്. അവിടെ വെച്ച് തന്നെ വരുന്നത് പോലെയൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കാം, അത് പറഞ്ഞാൽ ശരിയാവുമോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഗുണപ്പെടുത്തുമോ, പിന്നെ ബോഡി ഷേമിങ് വരുമോ, ആ തമാശ ഏറ്റെടുക്കുമോ, പ്രാദേശിക കുഴപ്പം വരുമോ, ജാതി മത ചിന്തകൾക്ക് കുഴപ്പം വരുമോ, രാഷ്ട്രീയത്തിന് കുഴപ്പം വരുമോ, അങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് അവസാനം നമ്മൾ പറയുന്നതിനകത്ത് ബൈ ചാൻസ് എന്തെങ്കിലും തമാശ ഉണ്ടെങ്കിൽ, നേരമ്പോക്കുണ്ടെങ്കിലും ഒക്കെ ആരെയും വിഷമിപ്പിക്കാതെ പറയുവാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കുറെ കാലമായിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഒരു സാക്ഷരതയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പറയണം, സഹിഷ്ണുതയോടുകൂടി അത് ഏറ്റെടുക്കണം. അതിന് ഒരു വലിയ മാർഗമാണ് എം.എ. നിഷാദ് ഈ സിനിമയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഹ്യൂമർ ബേസ്ഡ് കുറച്ച് തമാശയും കൂടെ ചേർത്ത് ഒരു സീരിയസ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് പോവുകയും, എന്നാൽ എന്നെ പറ്റി അല്ലെങ്കിൽ ഞാനാണ് മാറേണ്ടതെന്നുള്ള ഒരു ചിന്ത വരുമ്പോഴും അതിനകത്ത് തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുണപ്പെടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഈ അയ്യർ അറേബ്യയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പല തെറ്റിദ്ധാരണകളും നമ്മുടെ നാട്ടിൽ പലരെ കുറിച്ചുമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകുമോ, കുഴപ്പമായി പോകുമോ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തന്നെയായിരുന്നു അയ്യർ. കുറച്ച് കൊല്ലം മുമ്പ് വരെ നല്ല അടിച്ചു പൊളിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ശരാശരി മലയാളിയായിരുന്നു. പെട്ടെന്ന് അയാളുടെ ഒരു ജീവിത രീതിയിൽ ഒരു മാറ്റം വരുന്നു. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ മാറ്റം എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയായിരിക്കണം, ഇനി അങ്ങോട്ട് ഞാൻ പല കാര്യങ്ങളും ഈ തരത്തിൽ മുന്നോട്ട് പോകണം, അതിന്റെ ആവശ്യമില്ല. മറ്റേത് ഒരു തെറ്റും ചെയ്യുന്നില്ല, സന്തോഷം മാത്രമാണ് നമുക്കുള്ളത്. ഈ സിനിമയുടെ 2ാം പകുതി ദുബായിലാണ്. ദുബായിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ആളാണ് അയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യറുടെ കഥാപാത്രം മാത്രമല്ല, ഒരുപാട് അയ്യർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്ന ഒരു രാജ്യമല്ല പുറം രാജ്യങ്ങൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യർ ഇവിടെ വരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയും അയ്യർമയുടെ ഭാര്യയും കൂടെ ജാൻസി റാണിയും കൂടെ വന്നിട്ട് വളരെ നീരസത്തോടെ, വളരെ ആവശ്യമില്ലാത്ത ഈ സ്ഥലത്തേക്ക് വരേണ്ട കാര്യമില്ല, നമുക്ക് പറ്റാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നത് മനസ്സിലാക്കിയതിനു ശേഷം അവസാനം ഐ ലവ് ദുബായ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. അതിനകത്ത് നർമ്മം ചേർത്ത് പറഞ്ഞത് കൊണ്ടാണ് ആൾക്കാര് ചിരിച്ചു കൈയടിച്ച് ഇപ്പം ഇതിന്റെ ഒരു ഷോ മന്ത്രിമാരും MLA-മാരും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നടന്നു. അപ്പൊ ഏറ്റവും ക്രിട്ടിക്സ് ഉള്ള സ്ഥലമാണ് അവിടെ. എല്ലാം പറ്റി തുറന്നു പറയും.
നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാനിപ്പോ 7.5 കൊല്ലമായിട്ട് MLA ആണ്. പല സിനിമകളും അവിടെ വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ആൾക്കാർ MLA-മാര് പറയും അവിടെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ഭയന്നിട്ടാണ് ഇരുന്നത്. ഞാൻ നിഷാദിന്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇത് വേറെ കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ. പക്ഷേ യുനാനിമസ് ആയിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയുള്ള ഭയങ്കര ലോകോത്തരമായി പൊട്ടിച്ചിരിക്കുന്ന പടമൊന്നുമല്ല, അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന പടവുമല്ല. പക്ഷേ ഇതിനകത്ത് ഒരു ക്യാച്ചുണ്ട്. നമ്മൾ എവിടെയാണ് നമ്മളുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടത്? അതിന്റെ സമയമായില്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടതല്ലേ? അതല്ലേ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇപ്പോൾ ആവശ്യം? ഇങ്ങനെയുള്ള ഒരു നല്ല വിത്ത് ഇങ്ങനെ ഇട്ട് അത് മുളച്ചു വരണം. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതാണ് അയ്യർ ഇൻ അറേബ്യയുടെ പ്രസക്തി. ഇനി നിങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് വിലയിരുത്തുക. അത്രമാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. Thank you so much, Mukesh sir. Over to you, Durga. എല്ലാവർക്കും നമസ്കാരം. അയ്യറിൻ അറേബ്യയെ പറ്റിയിട്ട് ഇവര് 3 പേരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൽ കൂടുതൽ നന്നായിട്ട് 4 പേരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൽ കൂടുതൽ നന്നായി മനോഹരമായി സിനിമയെ പറ്റി പറയാനില്ല. പക്ഷെ എന്നാലും ഇപ്പൊ അടുത്തിറങ്ങുന്ന സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അയ്യറിൻ അറേബ്യ. കാരണം ഭയങ്കര ഒരുപാട് ഇതിനകത്ത് ഫുൾ നമുക്ക് ചിരിക്കാൻ പറ്റി അല്ലെങ്കിൽ ആസ്വദിച്ച് നമുക്ക് സ്ട്രെസ് എല്ലാം മാറ്റി വെച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അയ്യറിൻ അറേബ്യ. കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ അതിലും മുകേഷ് പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ വേല, ഇതെല്ലാം ബന്ധങ്ങളുടെ വേല കൂടെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. അപ്പം ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ അറിയേണ്ടത്. നാട്ടിലെ സിനിമ ഓൾറെഡി റിലീസായി, നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ അഭിപ്രായങ്ങൾ അറിയണം. Thank you so much, Durga. Over to you, Uma ma'am. നമസ്കാരം. അയ്യരിനോടൊപ്പം ഞങ്ങളും ഇന്ന് ദുബായിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയാനാണ്. അയ്യര് നയിച്ച ഈ സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രമായി മലയാളി മങ്കിയായി കുലീന സ്ത്രീയായിട്ടൊക്കെ സുധീരേട്ടന്റെ ഭാര്യയായി ഞാനും ഒരു കൊച്ചു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയത് ചിന്തിപ്പിക്കുന്ന, ചിരിക്കുന്ന, അല്ലെങ്കിൽ ആരും അങ്ങനെ പ്രത്യേകിച്ച് പറയാത്ത അച്ഛൻ മകൻ ബോണ്ടിങ് ഉള്ള ഒരു നല്ല കൊച്ചു ചിത്രമാണ്. അപ്പൊ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ റിലീസ് ചെയ്യുന്ന സമയത്ത് കുറെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതായിട്ടാണ് ശരിക്കും ഡയറക്ടർ സാർ എടുത്തത്. ബിക്കോസ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ എസ്പെഷ്യലി സാറിനോട് ചോദിച്ചു, സാർ ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനിതൊക്കെ മാറ്റങ്ങൾ വരാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സിനിമ എന്ന മാധ്യമമാണ് എല്ലാവരിലേക്കും ചിന്തിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ മാധ്യമത്തിന് വളരെ രസകരമായിട്ട് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും സന്തോഷം മുകേഷ് ചേട്ടനോടൊപ്പവും ഉർവശി ചേച്ചിയോടൊപ്പവും ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. പിന്നെ അടുത്ത പുതിയ തലമുറയായ നമ്മുടെ സ്വന്തം ഷൈൻ ടോൺ ചാക്കോ, ഞാൻ, ദുർഗ അവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇതൊരു നല്ല ചിത്രമാണ്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഓഫറുകളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ആ 2 മണിക്കൂർ പാഴാവില്ല, അത് ഉറപ്പ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരിൽ നിന്നുള്ളൊരു അഭിപ്രായം ഇതുവരെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Uma ma'am. We save the best for the last always. Over to you, Shine Tom. എല്ലാവർക്കും നന്ദി. കാരണം കേരളത്തിൽ റിലീസായി ഒരാഴ്ച കഴിഞ്ഞാണ് ഇവിടെ റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാ റിവ്യൂസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി. കാരണം മൂവി തിയേറ്ററിലാണ് കാണേണ്ടത്. പിന്നെ റിവ്യൂ ഇടുന്നവര് അവർ കണ്ട പോയിന്റ് ഓഫ് വ്യൂവിലല്ല പലപ്പോഴും റിവ്യൂസ് ഇടുന്നത്. ഇത് കൊള്ളില്ല, ഇത് കാണരുത്, അവർക്കെന്താ ഓരോ കാണുന്നത് ഇഷ്ടമുള്ളവർ പോയി കാണണം. അങ്ങനെയാണ് അല്ലേ നമ്മൾ പണ്ട് അങ്ങനെയാണ്. ഇത് കാണരുതെന്ന് വാശി പിടിക്കുന്ന രീതി കിട്ടുന്നവര്, അതൊക്കെ ആ റിവ്യൂസ് കേട്ടിട്ട് നിങ്ങൾ കാണാവുന്നതിന്
കാരണം അതൊക്കെ ഒരാളോട് പറയുമ്പോൾ പറയാം, പണിയെടുക്കാതെ പണിയെടുക്കുമ്പോൾ കുറ്റം പറയുന്നത് അതിന്റെ സുഖം അല്ലേ? അതൊക്കെയാണത്, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് റിവ്യൂ ഇടുന്നവര് ഈ വനിതാ വിനിതയില് കുറച്ച് ആദ്യ സ്ക്രീനിലിരിക്കും, ഇവര് കുറച്ച് സ്ക്രീനിലിരിക്കും. അപ്പൊ 2.5 മണിക്കൂർ കൊണ്ട് 2 പടത്തിന്റെ റിവ്യൂ കിട്ടും ഇല്ലേ? എന്നിട്ടാണ് റിവ്യൂ ഇടുന്നു. അല്ലെങ്കിൽ ഒരു പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്താണ് അതിന്റെ പോരായ്മകളും എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ കാണരുത്, അവന് കാണരുത്, അവന്റെ അപ്പനെ കാണരുത്. അങ്ങനെയാണല്ലോ കാണാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേര് രക്ഷപ്പെട്ടു പറയാൻ ഭാഗ്യം അല്ലേ? അല്ലേ? വിളിച്ചു. Alright, thank you so much, Shantam Chako. Now it's all to the audience. നിങ്ങൾക്ക് എന്താണ് ഇവരോട് ഈ ഒരു സിനിമയെ പറ്റി ചോദിക്കാനുള്ളത്? പടം കണ്ടു കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ചോദിക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ചോദിക്കാം. നമ്മുടെ ഈ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ആത്മവിമർശനം ഇതൊക്കെ പിന്നെ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കുന്നതിൽ നല്ലത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെന്നുള്ള ഒരു തോന്നലിലേക്ക് മലയാളി എത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ സമീപകാലത്തെങ്കിലും? കാരണം മുമ്പ് ഇത്തരം കുറേ നല്ല പടങ്ങൾ വന്നിരുന്നു, പരസ്പരം വിമർശിച്ചുകൊണ്ടാണെങ്കിലും ആക്ഷേപഹാസ്യത്തിലൂടെ ആണെങ്കിലും നമ്മുടെ സാമൂഹ്യ വിമർശനം ഒക്കെ നടത്തുന്നത്. ഇപ്പൊ സമീപകാലത്ത് കുറച്ചുകൂടി ആളുകൾ കംഫർട്ടബിൾ ആയിട്ട് ആരെയും നോവിക്കേണ്ടതില്ല, ചെറിയൊരു പരാമർശം, ചെറിയൊരു വസ്ത്രം പോലും ആൾക്കാരെ പ്രകോപിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ സിനിമ എന്ന മാധ്യമത്തിന്റെ ഒക്കെ ഈ അവസ്ഥയിൽ എന്തായിരിക്കും ഇതിന്റെ ഭാവി എന്നുള്ളത്? അതിപ്പോ കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പം ഷൈൻ റിവ്യൂസിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാനത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. കാര്യം ഗംഭീരമായ അഭിപ്രായം പറഞ്ഞ അവർ പറഞ്ഞ പല പടങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്, മോശം പറഞ്ഞ പല പടങ്ങളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പേര് പറയുന്നില്ല, ഇതേപോലെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളുണ്ടായിരുന്നു മലയാളത്തിൽ. മലയാള സിനിമ ആയിക്കഴിഞ്ഞാൽ അപ്പൊ ഇതൊന്നും വരുന്നതിന് മുമ്പ്, സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നതിന് മുമ്പ് മാസികകളിലൂടെ വിമർശിക്കും. അപ്പൊ എല്ലാവർക്കും വലിയ ടെൻഷനായിരുന്നു, എന്റെ പടം എന്താ എങ്ങനെയൊക്കെയാണ് പറയുന്നത്, നല്ല ഭാഷയൊക്കെയാണ്. അപ്പം അതനുസരിച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ഈ വരുത്തുള്ളൂ, അന്നത്തെ മാറ്റിനി കാണുന്നതിന് മുമ്പൊന്നും വരുത്തില്ല. അപ്പൊ അന്ന് പക്ഷെ എന്നാലും അതൊരു വിലയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് വിമർശിച്ച് ആൾക്കാരൊക്കെ വളരെ വിഷമമായി. അപ്പം ദൈവം ഇടപെടും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ. അയാൾക്കൊരു സിനിമ കിട്ടി, അയാള് ഒരു പടം ഡയറക്റ്റ് ചെയ്തു. ആ പടം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ഒരു മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഇവരുടെയൊക്കെ പൊള്ളത്തരം മനസ്സിലാകുന്നത്. ഒന്നും അറിഞ്ഞൂടാ ഒരു കാര്യം, പക്ഷെ പറയുന്നതും എഡിറ്റിംഗ് ശരിയല്ല, കുറച്ചുകൂടെ കളർ കോമ്പിനേഷൻ കുറച്ച്. അപ്പൊ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് കൊടുത്ത് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവർക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ വരും, നിങ്ങളല്ല, വേറെ ഒരു പ്രൊഡ്യൂസർ വരും, അതിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് പ്രകൃതി ഇടപെടും. ഇയാളോട്ട് കാണിച്ചോട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്ത് മാങ്ങാത്ത അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ അവർ ലളിതമായും അവർക്ക് അതിനകത്ത് നിന്ന് എവിടെയെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ. അല്ലാതെ നമുക്കിപ്പം അവരെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയാൻ ആവശ്യമില്ല. അതുപോലെ ഇത് സിനിമ എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അതിനകത്ത് പ്രതിഭകൾ മാത്രം, പ്രത്യേകിച്ച് മലയാള സിനിമ എന്ന് പറയുന്നത് ചെറിയൊരു വേഷം അഭിനയിക്കുന്നതും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ക്യാമറ അസിസ്റ്റന്റും ഇല്ല. ഇപ്പോൾ എല്ലാവരും പ്രതിഭകളുള്ളവരാണ്. അവരുടെ ഹാർഡ് വർക്ക് നമ്മൾ അന്തം വിട്ടു രാത്രി 3 മണി 4 മണി വരെ ജോലി ചെയ്തത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 7 മണിക്ക് കോൾഷീറ്റാണ് തീർക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അവർ ഉറക്കച്ചവടോടെ വന്ന സിനിമയോടുള്ള ആ ഒരു പാഷൻ, അത് കണ്ട് എത്ര കൊല്ലമായിട്ട് കാണുന്നു. അതവിടെ കിടക്കുന്നു, എല്ലാം രാവിലെ വിളിച്ച് റെഡിയായി വന്നിട്ട് കണ്ടിട്ട് ഇവനെ വെട്ടി. അതൊന്നും ചിന്തിക്കാൻ അതൊക്കെ പോട്ടെ, അതൊന്നും അവരുടെ വഴിക്ക് വിട്ടേനെ. പക്ഷെ നല്ല സിനിമകൾ എവിടെയെങ്കിലും അതിനകത്ത് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മാറ്റം
വരുന്ന സ്ഥലമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് കുറെ കാലമായി ഇത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഗൾഫിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്നും കൂടെ പറയാം. എല്ലാവർക്കും സ്റ്റേ ചെയ്യണം. എങ്ങനെയാണ് ഒരു സിനിമ കോടിക്കണക്കിന് രൂപ, എത്രയോ പേരുടെ, എത്രയോ പ്രതിഭകളുടെ, എത്രയോ കലാകാരന്മാരുടെ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഇറങ്ങി പടം റിലീസാവുന്ന 2 ദിവസം ഇവർ കുറെ ആൾക്കാരിരുന്ന് ചിന്തിക്കുകയാണ്, ഇതെങ്ങനെയാണ് നിർത്തുന്നത്, ഇതെങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ്. രണ്ടിന്റെയും 2 ദിവസം മുമ്പ് കഥ പറയുമ്പോൾ 2 ദിവസം മുമ്പ് വ്യത്യസ്തനായ ഒരു ബാർബറാൻ ബാലൻ എന്ന് പറഞ്ഞിട്ട് മലയാളമുള്ള കാലത്തോളം ആൾക്കാർ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ്. അത് നമ്മൾ TV-യിലൂടെ അതൊന്ന് പുറത്തോട്ട് വിട്ടു. സ്റ്റേ നാളെ നീ ഇറക്കണം, എനിക്കൊന്ന് കാണണം. എനിക്ക് നിങ്ങളാണ് ഞാൻ ഓൾ കേരള ബാർബേഴ്സ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേരും പറഞ്ഞു. ഞങ്ങളെ ബാർബർമാരെ നിങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ സ്റ്റേക്കൊന്ന് ഇപ്പൊ സ്റ്റേ ഇറങ്ങുന്ന അത്രമാത്രം ആഗ്രഹമാണ് എനിക്ക്. അവസാനം അയാളെ ബോധവൽക്കരിച്ച് എനിക്കറിയാവുന്ന എല്ലാ എക്സ്പീരിയൻസും ഞാൻ എടുത്ത് ബോധവൽക്കരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. തട്ടത്തിന് മറയത്ത് എന്തൊരു സൂപ്പർ ഹിറ്റ് പടമാണ്. 2 ദിവസം മുമ്പ് സ്റ്റേ എന്താണ് തട്ടത്തിൽ, അത് നമ്മുടെ ജാതിയുടെ സംഭവമാണ്. അതെടുത്ത് ഞങ്ങളെ കളിയാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജാതി മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനും തട്ടമുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കൾ തട്ടത്തിലാണ് അമ്പലത്തിലോട്ട് പോകുന്നത്, ക്രിസ്ത്യാനികൾ തട്ടമുണ്ട്. അപ്പൊ അങ്ങനെ മതപരമായിട്ടുള്ള ഒരു വാക്കല്ല തട്ടം. സിനിമ കണ്ടിട്ട് വിലയിരുത്ത്. സിനിമ കണ്ടിട്ട് 2 പേരും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ കാണുന്നതിന് മുമ്പ് സ്റ്റേ സ്റ്റേ എന്ന് പറഞ്ഞ് വന്നവര് എല്ലാ കാലത്തും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറ്റാത്തത്, എനിക്ക് അതിന്റെ ആ ഷൂട്ടിങ് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്ന് പറയുന്ന ഒരാള് നാച്ചുറലി ഒരുത്തന്നെ അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനകത്തൊന്നും ഒരു വിഷമവും ഇല്ല. അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. Thank you so much, Mukesh sir. Anyone else? പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ബാക്കിയായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും സിംപിളിസൈസ് പറയേണ്ട കാര്യമാണോ ഈ പറയുന്ന വിമർശനങ്ങളോ അല്ലെങ്കിൽ ഈ ഡ്രസ്സോ വസ്ത്രമോ കളറോ നിറോ ഒക്കെ വന്നിട്ട് വിമർശിച്ചിട്ട് സിനിമ തന്നെ പ്രദർശനം നിർത്തുന്നതും അതുപോലെ തന്നെ OTT ന്ന് പിൻവലിക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണോ അത്? ഒരിക്കലും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏതൊക്കെ തരത്തില് നിയമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. നിയമസഭയില് ഒരു 4-5 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൻ പറഞ്ഞു. കാര്യം സോഷ്യൽ മീഡിയയ്ക്കും ഇതേ കണക്കുള്ള കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിലക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധവൽക്കരണം നിയമം കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത്. ഏതാളാണെങ്കിലും ഭരിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നു അത് എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പരിപാടി. അവര് ഭരണപക്ഷമായിട്ട് വരുമ്പോഴും പ്രതിപക്ഷം എതിർക്കും. അങ്ങനെ എതിർത്ത് പോയതാണ്. ഇത് പിന്നെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും ഇങ്ങനെ പറയുന്നതിനോ ചെയ്യുന്നതിനോ ഒന്നും നിയമപരമായിട്ടൊന്നും വന്നിട്ടില്ല. അത് വരും, അത് വന്നു തന്നെ ആകണം. അപ്പൊ സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് മൂവ്മെന്റ് വരണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. പത്രക്കാര് തന്നെ പലരും പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അത് നിരോധിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞ എത്രയോ പത്രപ്രവർത്തക സ്ത്രീകൾ എന്റെ മലനാട്ട ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് അറ്റാക്ക്, ഈ സൈബർ അറ്റാക്ക് വന്നിട്ട് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന് നിയമം വരണ്ടേ? അപ്പം നിയമം വരും, പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. എന്താ ആരെടുത്ത് പറയുന്നത്? തൽക്കാലം നമ്മള് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇത് വന്നു തന്നെയാകണം. ഇത് മനുഷ്യൻ ശരിക്കും നല്ല മനുഷ്യർ, നല്ലൊരു സമൂഹം മുന്നോട്ട് പോകാൻ വിലങ്ങുതടിയായി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ അറ്റാക്ക് സോഷ്യൽ മീഡിയയിലൂടെ. ആർക്കും എന്തും പറയാനില്ല. പണ്ടൊക്കെ നമ്മള് എത്രയോ ബഹുമാനത്തോടും സ്നേഹത്തോടും നമ്മളോട് പെരുമാറുന്ന ആൾക്കാർ ഇപ്പം
നമ്മളെ കണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് എഴുതുകയാണ്. ഇഷ്ടമുള്ളത് ആർക്ക് ചെയ്യാനുള്ളൂ. അത് വലിയ ശക്തമായ നിയമം വരും. അത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. അപ്പം ഒരു നിയമം വരും നിയമം എന്ന് പറയാതെ ഒരു ബില്ല് പൈലറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൂടെ? എന്നാൽ അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും ആകാമല്ലോ. ഇനിയാകും, വന്നു തന്നെയാകണം. ഈ അവരും ഈ എതിർത്തവരും ഇതിനകത്ത് പിന്നെ അനുഭവിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അത് എന്തിനാണ് എതിർത്തത്? അപ്പൊ അത് ഒരാൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എതിർക്കണം. അതാണ് നമ്മളുടെ ഒരു തീരുമാനം. എന്നും ബാലിശമായിട്ട് പറയാവുന്നതല്ല, എതിർത്ത് തന്നെയാവണം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രക്കാരത്ത് പറയാൻ പാടില്ല. ഞാൻ MLA ആയതുകൊണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്ത് പോയി ജീവിച്ചത് സമാധാനമായിട്ട് ജീവിച്ചുള്ളൂ. ഇതിപ്പോ അങ്ങോട്ട് നടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മളെ വിമർശിക്കാൻ വേണ്ടി, ചീത്ത വിളിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാൽ ആളുകളെല്ലാം പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിച്ച് പോയിട്ടും അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതെ, പണ്ട് 1991 നീ ചെയ്തത് എന്താ അറിയാവണ, അത്രമാത്രം അധപ്പതിച്ചു പോയി നമ്മളെ മലയാളീസ് ഈ കാര്യത്തിൽ. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ ഓടിയിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. അതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ. അതെ. ഒരു വാർത്ത വന്നു, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ നന്നായി. ശരി. ഒന്ന് പ്രവാസികളുടെ ഈ പടത്തിന് ഞാൻ പ്രവാസത്തിന്റെ ഭാഗമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതലധികം പ്രവാസികൾ ജീവിക്കുന്ന ഒരു നാടാണ് ദുബായ്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ. ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ കണ്ടിടത്തോളം നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങള്, ജീവിതത്തിന്റെ വീട് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും കല്യാണം, എന്തെങ്കിലും ഒരു വിഷമകരമായിട്ടുള്ള അവസ്ഥ വരുന്ന സമയത്താണ് നമ്മൾ ഈ മറുനാട്ടിലേക്ക് വരുന്നത്. ഇവിടുത്തെ ജീവിതം നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടുത്തെ ജീവിച്ച ഒരു അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു പ്രവാസി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത രീതികൾ എന്താണെന്നെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നാട്ടിലുള്ളവരുടെ സുഖത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെപ്പോഴും കാണാറ്. ഇതിൽ വേറൊരു സംഭവം എനിക്ക് മനസ്സിലായിട്ട് എന്താ വെച്ചാല്, കണ്ടമാനം പേരുടെ കുടുംബം, എന്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു. ആ കാലത്ത് ഞാനും അമ്മയും ഒക്കെ നാട്ടിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അച്ഛൻ സൗദിയിലാണ്. എന്താണ് എന്നറിയില്ല അച്ഛൻ എന്ന് പറയുന്ന കഥകൾ. ഇങ്ങനെയാണ്, അവിടെ എത്ര വലിയതുണ്ടായിരുന്നു, ഇവിടെ മോളുണ്ട്, എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട ഒരു നമുക്ക് അതിനൊരു പിക്ചറൈസേഷൻ ആണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ പറയാം, കണ്ടമാനം പേർക്ക് അവരുടെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒരു വിസിറ്റിങ്ങിനാണെങ്കിൽ തന്നെ കഴിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മൾ ഈ പടത്തിലും സെക്കൻഡ് ഹാഫ് മുഴുവൻ ദുബായ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക രാജ്യത്തിന്റെ ഭംഗി, അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ, അവിടുത്തെ കൾച്ചർ, ഇവിടെ എല്ലാം സേഫ് ആണ്. നാട്ടിലിരിക്കുന്ന എത്രയോ കുടുംബം ഇത് കാണുമ്പോൾ അവർക്കൊരു ചിന്ത എന്തായാലും, ഒരു മനസ്സിലൊരു സുഖം എന്തായാലും തോന്നും. ഒരു പക്ഷേ നമ്മളിവിടെ അനുഭവിക്കുന്ന വേദനകളോ കാര്യങ്ങളോ ഒന്നും അവർ വീണ്ടും അറിയുന്നുണ്ടാവില്ല, വീണ്ടും മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം. പക്ഷെ അത് അവർക്കൊരു സുഖം നൽകുകയും പ്രവാസിയെ നമുക്ക് എല്ലാവർക്കും ആ ഒരു സുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ടമാനം ആൾക്കാർ ഈ പടം വിമർശിക്കുന്നതായിട്ടുള്ള കുറെ ആൾക്കാർ, രണ്ടാമത്തെ ചില ആൾക്കാർ പറഞ്ഞതോടുകൂടി നിന്റെ ജീവിതം പോവും, നീ കുത്തുവാളെടുക്കും, പുറത്ത് അങ്ങനെയാവും ഇങ്ങനെയാവും. അപ്പൊ ഞാനിതിൽ അവരുടെ അടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാന് ഒരു സിനിമാക്കാരനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ല, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്ത് കാര്യം പഠിക്കാനും ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നു. ഒന്നും ചെയ്യാതെ തോൽവി സ്വീകരിക്കുന്നതിനേക്കാളും നല്ലത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു തോറ്റ് അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുകയാണെങ്കിൽ വിജയത്തിനുള്ള ആദ്യ പാത അതായിരിക്കുമെന്ന് ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ എന്നും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എന്തായാലും ഒരു എന്താ പറയാ നമ്മളുടേതായ ഒരു തനതായ രൂപമോ അല്ലെങ്കിൽ തനതായ ഒരു കൾച്ചറോ കൊണ്ടുവരണം എന്ന് വളരെയധികം ആശയമുണ്ട്. സോ ഡെഫിനറ്റ്ലി പുതിയ പ്രൊജക്ട്സുകളുണ്ട്. അതിൽ ചെറിയൊരു കഥ ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. എനിവേ വെൽത്തായി പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഇനിയും നല്ല മൂവീസ്
എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നതെല്ലാം നമുക്ക് കണ്ടിട്ട് തന്നെ തീരുമാനിക്കാം. നിഷാദ്ക്കോടാണ് ഒരു ചോദ്യം. ഈ രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന നിലപാടുകളാണോ ഇപ്പോൾ ഈ സിനിമയ്ക്ക് പിന്നിൽ വിമർശനത്തിന്റെ ഒരു കാരണം എന്ന് തോന്നിയിട്ടുണ്ട്? കാരണം പല വിഷയങ്ങളും താങ്കൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഒരുപക്ഷെ ഈ സിനിമയുടെ വിമർശനത്തിന് പിന്നിൽ ഒരു മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമയിൽ അങ്ങ് സ്പർശിച്ചു പോകുന്നുമുണ്ട്. അത് മനഃപൂർവ്വമാണോ, പ്രത്യേകിച്ചും ഒരു പ്രത്യേക രാഷ്ട്രീയം, ഇന്ത്യ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമൊക്കെ സിനിമയിൽ അറിയാതെ വരുന്നുണ്ടോ എന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അതായിരിക്കുമോ ഈ ഒരു വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? അല്ല, തീർച്ചയായിട്ടും നമ്മൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ നിശ്ചിതമായി വിമർശിക്കാൻ 2-3 വഴികളുണ്ട്. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാം, നമ്മൾ ഹ്യൂമറുടെ മേമ്പോഴും പറയാം. ഞാൻ രണ്ടാമത്തെ രീതിയാണ് ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്ന് പറഞ്ഞ തന്നെയാണ് ഞാൻ തിരക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന നിലപാടുകളെ എതിർക്കുന്നവർ ആ ആനുകാലിക രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എതിർക്കുന്നവർ സ്വാഭാവികമായിട്ടും എന്റെ സിനിമയ്ക്കെതിരായിട്ടും സൈബർ അറ്റാക്ക് നടത്തും. ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത്തരം കാര്യങ്ങൾക്ക് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഒരു വിഭാഗത്തിൽ മാത്രമല്ല, നമ്മൾ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വിമർശിച്ചുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തിരിക്കുന്നത്. അത് ഒരു കലാകാരന്റെ ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഈ നാട്ടിൽ ഈ നൂറ്റാണ്ടിന്റെയും വരുന്ന നൂറ്റാണ്ടിന്റെയും കലയാണ്. സിനിമ എന്ന മാധ്യമങ്ങളിലൂടെ നമ്മൾ സംവേദിക്കണം. ഞാൻ പ്രേക്ഷകരോട് സംവേദിച്ചുകൊണ്ടേ. നിഷാദിനോടാണ്. എല്ലാ സിനിമകളും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് വിഷയം. പക്ഷെ ഒരു കച്ചവട സിനിമാ രീതിയും സൂപ്പർ ആർട്ടിസ്റ്റുകളുമാണുള്ളത്. ഓഫ് ബീറ്റ് സ്വഭാവമില്ല. അപ്പൊ എന്താണ് ആക്ച്വലി സെല്ലിംഗ് പോയിന്റ്? ഞാൻ പതിവ് യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമ ചെയ്തു. പകലും നഗരവും കിണറും പോലെയുള്ള സാമൂഹിക പ്രസക്തമായ സിനിമകളെ ഓഫ് ബീറ്റ് ലെവലിലും, വൈരവും ആയുധവും പോലുള്ള സിനിമകൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്ത വ്യക്തിയാണ്. ഇത് പൂർണ്ണമായിട്ടും ഒരു എന്റർടൈനറാണ്. കാരണം മുകേഷ് ചേട്ടനും ചേച്ചിയും തന്നെയാണ്. ഈ 2 താരങ്ങളെ, അയ്യരെയും ഝാൻസി റാണിയെയും എന്റെ മനസ്സിൽ കഥ വരികയും അത് തിരക്കഥയായി മാറുകയും അത് നിർമ്മിക്കാൻ ശ്രീ വിഘ്നേഷ് വിജയകുമാർ മുന്നോട്ട് വരികയും അതിനനുസരിച്ച് സിനിമകൾ വരികയും ചെയ്തപ്പോൾ ആ സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും ഒരു കാരിക്കേച്ചർ സ്വഭാവം, പ്രത്യേകിച്ച് സുധീർ ചെയ്ത ക്യാരക്ടർ, അത് ജീവിക്കുന്ന ആരോടെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചും സ്വാഭാവികം, അല്ലെങ്കിൽ യാദൃശ്ചികം. വ്യവസായം സാമൂഹിക പ്രതിബദ്ധത. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംവിധാനം. ഞാൻ കൊമേഴ്ഷ്യൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇങ്ങനെ തന്നെ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരം. Thank you, sir. One second. Time restriction കാരണം we'll only be taking one more question. കാരണം ഇത് കഴിഞ്ഞ് മറ്റൊരു interaction session കൂടി ഉണ്ട്. So you can take the last question. ഷൈൻ, നമ്മളൊക്കെ സിനിമയിൽ കണ്ടു തുടങ്ങുന്ന, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ കണ്ടു തുടങ്ങുന്ന ആളുകളാണ് മുകേഷ് ഏട്ടൻ, ഉർവശേഷിയൊക്കെ. അപ്പോ ഇവരുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടാക്കരുത്. പാട്ട് പാടേണ്ട സിനിമക്കാരാണ്. പക്ഷേ ഇത് കോമഡി ചെയ്യും. അപ്പൊ വേറെണ്ണം ലാലേട്ടനൊക്കെ സീനിയർ താരങ്ങളുടെ കൂടെ കോമഡി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് മനസ്സിലായി. നമ്മൾ ചിലർക്ക് എല്ലാ ദിവസവും ചില്ല് ചെയ്യുന്ന ആൾക്കായിരിക്കും, പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. സീരിയസായിട്ട് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പേര് കേൾക്കുന്നുണ്ട്, ഉണ്ടാവോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊല്ലത്തിലെ പേര് കേൾക്കുന്നുണ്ട്, ഉണ്ടാവോ? എല്ലാം നടക്കട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. മുകേഷിനോട് ചോദിക്കുന്നത്, അങ്ങനെ ഫിലിപ്പ് സിനിമയെ കണ്ടിരുന്നു, വളരെ ഗംഭീര സിനിമയാണ്, ഫാമിലി വാല്യൂ കണ്ടൊരു മൂവിയാണ്. ഇപ്പോൾ ഇതിലും അങ്ങ് വീണ്ടും ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്. ഇതൊന്നും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മുകേഷ് മലയാള സിനിമ വീണ്ടും സജീവമായി കാണുന്നു. പക്ഷേ ഈ രീതിയിൽ തിരിച്ച് കൊല്ലത്ത് നിന്നുള്ള MLA നിലയിൽ 100% സത്സന്ധമായി MLA സ്ഥാനം വഹിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ MLA വളരെ അധികാരമായിട്ടാണ് വന്നത്. പക്ഷേ ഒരു മുൻവിധി തുടക്കത്തിൽ തന്നെ
കൊല്ലത്തുള്ളവർക്ക് മാത്രമല്ല, പൊതുവെ ഉണ്ടായിരുന്നു. ഇയാൾ സിനിമയിൽ അഭിനയിക്കുന്നു, TV-യിൽ പോകുന്നു, ദുബായിൽ പോകുന്നു, സ്റ്റാർ ഷോസ് പോകുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള MLA-മാരൊക്കെ ഇവിടെ ഇല്ലേ, അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. MLA കാണാനില്ല എന്ന് പറഞ്ഞാൽ വന്നു, നല്ല ഉഗ്ര മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ മറുപടി എന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല. അതിനുശേഷം പിന്നെ ഇപ്പൊ 7-7.5 കൊല്ലമായിട്ട് കൊല്ലക്കാർ ഒന്നും പറയത്തില്ല. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പ്രസ് കോൺഫറൻസിൽ ചാലഞ്ച് ചെയ്തു. എന്റെ സ്വന്തം ചെലവിൽ എന്റെ കാറിൽ, അല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്ന കാറിൽ ആർക്ക് വേണമെങ്കിലും വരാം, ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അവിടെ അങ്ങനെ വരും കേട്ടോ, അവിടെയാണ് നമ്മൾ ആ സ്ഥലം, അതെടുത്തിട്ട് അതല്ല തൊട്ട് കാണിക്കുന്നു. എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ സാധനം തൊട്ട് കാണിക്കും. ചാലഞ്ച് അതിന് മതിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കും, കാണിക്കാൻ വേണ്ടിയുണ്ട്. മുൻവിധിയിൽ അങ്ങനെ വന്നു. ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് കൊല്ലത്തൊക്കെ എന്തെങ്കിലും ചെയ്യട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞു, കൊല്ലത്ത് എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇനിയും എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഞാൻ കൊല്ലത്ത് വന്നിട്ടില്ല, കാസർഗോഡിന്റെ അടുത്ത ഇങ്ങനെ കൊല്ലത്തൊന്നും ചെയ്ത് കാണാം. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങൾ കൊല്ലത്ത് വരണം എന്റെ ചെലവിൽ. അപ്പൊ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല കേട്ടോ. ഇപ്പം ഏറ്റവും നേരെ ഓപ്പോസിറ്റാ. ഇപ്പം ഈ 4 ദിവസം മുമ്പ് ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ധനകാര്യ മന്ത്രി ഷേഖാൻ ചെയ്തപ്പോൾ എന്റെ പിന്നിലുള്ള ഞങ്ങളുടെ MLA-മാര് തന്നെ പറയാം, എല്ലാം കൊല്ലം അടിച്ചോണ്ട് പോയി. സിനിമയുടെ ശക്തിയാണ്. ആ സിനിമയുടെ ശക്തി വെച്ച് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റെടുത്ത ഒരു കാര്യത്തിന് എന്തെങ്കിലും തരത്തിൽ ഓട്ടം പറ്റാൻ നമുക്ക് പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമില്ല നമ്മൾ ഏറ്റെടുത്തത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ റിലീസിന്റെ കാര്യം പറഞ്ഞാൽ മതിയാണ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ലോക്സഭ ഇലക്ഷനിൽ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് CPM പോലൊരു പാർട്ടി ഒന്നിനും കൊള്ളാത്ത ഒരാളിനെ എന്നാ പിന്നെ ഇയാള് ലോക്സഭയിലോട്ട് പോകും, അങ്ങനെ ഒരു ചിന്ത വന്നല്ലോ. ഞാൻ നിൽക്കുവോ നിൽക്കത്തില്ല വേറെ കാര്യം. അപ്പൊ അതെല്ലാമാണ് യാഥാർത്ഥ്യം. മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. അത്രേ ഉള്ളൂ. Thank you so much, Mukesh sir. So that's the end of this press conference. ഒരുപാട് സന്തോഷം. Thank you so much for joining us. Once again, introducing Team Iyer in Arabia to all of you. We have Shantam Chako, we have Durga, producer of the movie Mr. Vignesh Vijayakumar, Mukesh sir on the backbone of the movie, director M.A. Nishad, Mr. Sudhir, and at the same time Ms. Uma Nair as well. Thank you so much everyone for joining us. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.